ഓക്കെ, നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. സ്റ്റാഫിംഗ് എന്നുള്ള ഭാഗം അവസാനിച്ചു. മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ടുള്ള ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ അടുത്ത ചാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ നാലാമത്തെ ഒരു ഫംഗ്ഷനാണ്. പ്ലാനിങ് കഴിഞ്ഞ് ഓർഗനൈസിങ് കഴിഞ്ഞ് സ്റ്റാഫിംഗ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഡയറക്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റിംഗ് മീൻസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡിങ് പീപ്പിൾ ഇൻ ഡൂയിങ് വർക്ക്. ഡയറക്റ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ നൽകുകയും ആൻഡ് ഗൈഡിങ് പീപ്പിൾ ഇൻ ഡൂയിങ് വർക്ക്, ജോലി ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ സഹായിക്കുകയും ചെയ്യുക. ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നിർദ്ദേശിക്കുക എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത് ഇറ്റ് മീൻസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് നൽകുക, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഗൈഡിങ് ദ പീപ്പിൾ, ആളുകളെ നയിക്കുകയും ചെയ്യുക. ഗൈഡ് ചെയ്യുന്നവരെ നയിക്കുക എന്നർത്ഥം. ഇൻ ഡൂയിങ് ദ വർക്ക് ചെയ്യുന്നതിൽ ആളുകളെ നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശങ്ങൾ എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗൈഡിങ്, ഇൻസ്ട്രക്റ്റിംഗ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ്, ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആ ഓർഗനൈസേഷനിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും കൗൺസിലിംഗ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ലീഡിങ് ചെയ്യുകയും ചെയ്യുന്ന പൊതുവായ പ്രവർത്തനത്തിനെയാണ് ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന തത്വം കൊണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ്. ഗൈഡിങ് എന്ന് പറഞ്ഞാൽ നയിക്കുക, ഇൻസ്ട്രക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവരെ വിശകലനം ചെയ്യുക, മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക, ലീഡിങ് എന്ന് പറഞ്ഞാലും നയിക്കുക. അപ്പോൾ ഗൈഡിംഗ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷനിലുള്ള ആളുകളെ അല്ലെങ്കിൽ ജീവനക്കാരെ നയിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ടു അച്ചീവ് ഇറ്റ്സ് ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഡയറക്റ്റിങ്ങിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ് ടു വർക്ക് എഫക്റ്റീവ്ലി. സബോർഡിനേറ്റ്സിനെ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളുടെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മാനേജീരിയൽ ഫംഗ്ഷനാണ്. അതിൽ എന്തൊക്കെ ആക്ടിവിറ്റി വരുന്നുണ്ട്? കൺസിസ്റ്റിംഗ് ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ് ടു വർക്ക് എഫക്റ്റീവ്ലി. എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളുടെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫംഗ്ഷനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിർദ്ദേശിക്കുക എന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡിങ് ദ പീപ്പിൾ ഇൻ ഡൂയിങ് വർക്ക്. ജോലി ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ജോലി ചെയ്യുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ ഭാഗമായി അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു പൊതുവായ പ്രവർത്തനത്തിനെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവാം? കൗൺസിലിംഗ് ഉണ്ടാകാം, മോട്ടിവേഷൻ ഉണ്ടാകാം, ഗൈഡിംഗ് ഉണ്ടാകാം, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകാം, സൂപ്പർവിഷൻ ഉണ്ടാകാം, ലീഡിംഗ് ഉണ്ടാകാം. ടു ദ പീപ്പിൾ ഫോർ ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആളുകളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, കൗൺസിലിംഗ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡിംഗ് ചെയ്യുക, സൂപ്പർവൈസിങ് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ് ടു വർക്ക് എഫക്റ്റീവ്ലി. എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളുടെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫംഗ്ഷനെയാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് മാനേജീരിയൽ ഫംഗ്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ് ടു വർക്ക് എഫക്റ്റീവ്ലി. എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളുടെയും
കോമൺ ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത വരുന്ന ഭാഗം 4 തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് ഡയറക്റ്റിങ്ങിനുള്ളത്. അതെന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. സെക്കൻഡ് വൺ ടേക്സ് പ്ലേസ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. തേർഡ് വൺ കണ്ടിന്യൂവസ് പ്രോസസ്. ഫോർത്ത് വൺ ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇനി നമുക്ക് ഓരോന്നിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനത്തിന് തുടക്കമിടുന്നു എന്നാണ് ആ വാക്കിന് ഉദ്ദേശം. ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ മുൻകൈ എടുക്കുക, പ്രവർത്തിക്കാനുള്ള മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇറ്റ് ഈസ് എ കീ മാനേജീരിയൽ ഫംഗ്ഷൻ. മാനേജർ ഹാസ് ടു പെർഫോം ദിസ് ഫംഗ്ഷൻ എലോങ് വിത്ത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് while discharging his duties in the organization. While other functions prepare a setting for action, directing initiates action in the organization. ഡയറക്റ്റിംഗ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മാനേജീരിയൽ ഫംഗ്ഷനാണ്. മാനേജർ ഹാസ് ടു പെർഫോം ദിസ് ഫംഗ്ഷൻ എലോങ് വിത്ത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്ങിനൊപ്പം, ഓർഗനൈസിങ്ങിനൊപ്പം, സ്റ്റാഫിങ്ങിനൊപ്പം, കൺട്രോളിങ്ങിനൊപ്പം മാനേജർ എന്ത് ചെയ്യണം? പെർഫോം ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും പെർഫോം ചെയ്യണം. എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈൽ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷനും പെർഫോം ചെയ്യണം. മറ്റുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യേറ്റ്സ് ആൻ ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നിർദ്ദേശിക്കൽ എന്നുള്ളത് ഒരു സുപ്രധാന മാനേജീരിയൽ പ്രവർത്തനമാണ്. ആസൂത്രണം, സംഘാടനം, സ്റ്റാഫിംഗ്, നിയന്ത്രണം എന്നിവ ജോലിക്കുള്ള തയ്യാറെടുപ്പുകളാണെങ്കിൽ ജോലി തുടങ്ങാനുള്ള മുൻകൈ എടുക്കുന്നത് നിർദ്ദേശിക്കൽ എന്ന ഫംഗ്ഷൻ കൊണ്ടാണ്. ആസൂത്രണവും സംഘാടനവും സ്റ്റാഫിങ്ങും നിയന്ത്രണവും ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണെന്നുണ്ടെങ്കിൽ ജോലി തുടങ്ങാനുള്ള മുൻകൈ എടുക്കുന്നത് നിർദ്ദേശിക്കൽ എന്ന തത്വം മുഖേനയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന ഫംഗ്ഷൻ മുഖേനയാണ്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് പെർവേസീവ്. എന്താണ് പെർവേസീവ് എന്ന് നോക്കാം. പെർവേസീവ് അല്ലെങ്കിൽ സർവ്വവ്യാപി എന്ന് പറയുന്നു. എന്താണ് സർവ്വവ്യാപി അല്ലെങ്കിൽ പെർവേസീവ് എന്ന് സൂചിപ്പിക്കുന്നത് നോക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടേക്സ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും കാണപ്പെടുന്നു എന്നതാണ് അർത്ഥം. എവറി മാനേജർ ഫ്രം ടോപ്പ് ടു സൂപ്പർവൈസർ പെർഫോംസ് ദ ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ്. ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? മാനേജറും ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ദ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ടേക്സ് പ്ലേസ് വേറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിർദ്ദേശിക്കൽ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഉയർന്ന തലം മുതൽ കീഴ്ത്തലം വരെയുള്ള എല്ലാ മാനേജർമാരും നിർദ്ദേശിക്കൽ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെർവേസീവ് ആണ് അല്ലെങ്കിൽ സർവ്വവ്യാപിയാണെന്ന് പറയാൻ കാരണം. പെർവേസീവ് എന്ന വാക്കിനർത്ഥം സർവ്വവ്യാപി എന്നാണ്. എവറി മാനേജർ ഫ്രം ടോപ്പ് ടു സൂപ്പർവൈസർ. ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ലോവർ ലെവൽ മാനേജറായിട്ടുള്ള സൂപ്പർവൈസർ വരെയുള്ള എല്ലാ തരത്തിലുള്ള മാനേജർമാരും ഫങ്ഷൻസ് ദെയർ പെർഫോമൻസ് ഇൻ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൽ കൂടെ അവരുടെ പെർഫോമൻസുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ടേക്സ് പ്ലേസ് വേറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. എവിടെയെല്ലാം സുപ്പീരിയറും സബോർഡിനേറ്റും നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ടേക്ക് പ്ലേസ് ചെയ്യും. അതുകൊണ്ട് നിർദ്ദേശിക്കുക എന്നുള്ളൊരു തത്വം നിർബന്ധമായിട്ടും എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാ തരത്തിലുള്ള ഫംഗ്ഷനുകളിലും മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലും കാണപ്പെടുന്ന പൊതുവായ ഒരു തത്വമാണ് ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ സർവ്വവ്യാപി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത് പറയുന്നത് കണ്ടിന്യൂവസ് പ്രോസസ്സ്. കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായ ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത്. It is a continuous process and it takes place throughout the life of the organization, irrespective of the people occupying managerial positions. We can observe that in organizations like Infosys, Tata, Bell, HLL, the managers may change but the directing process continues because without direction the organizational activities cannot continue further. അതായത് ഓർഗനൈസിങ് എന്നുള്ളത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഓർഗനൈസേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം, ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ അവസാനിക്കപ്പെടുന്നത് വരെ
തുടർന്ന് പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീപ്പിൾ ഓക്യുപ്പൈയിങ് മാനേജീരിയൽ പൊസിഷൻ. മാനേജ്മെൻറ്റ് പൊസിഷനിൽ ചിലപ്പോൾ ആളുകൾ കാലക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നുണ്ടെങ്കിലും ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ അവസാനിക്കുന്നവരെ ഡയറക്റ്റിംഗ് എന്നുള്ള പൊസിഷനോട് ഉണ്ടായിരിക്കും. ഏതൊരു മാനേജർ വന്നാലും പുതിയൊരു മാനേജർ വന്നു കഴിഞ്ഞാലും നിലവിലുള്ള മാനേജർ പോയി പുതിയൊരു മാനേജർ സ്ഥാനത്ത് വന്നാലും ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മാനേജർ പൊസിഷൻസ് ചിലപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകാം, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന മാനേജർമാർ പുതിയ മാനേജർ വരാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഫംഗ്ഷനാണ്. ഏതൊരു തരത്തിലുള്ള മാനേജർ വന്നാലും എത്ര മാനേജേഴ്സ് മാറി വന്നാലും സ്വാഭാവികമായിട്ടും ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഇൻഫോസിസ്, പേരുകെട്ട കമ്പനികളാണ്, അറിയാം. ഇൻഫോസിസ്, ടാറ്റ, ബെൽ, HLL എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ മാനേജേഴ്സിനെ ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ഇപ്പോൾ നിലവിലെ ഒരു സ്ഥാപനത്തിലുണ്ടായിരുന്ന മാനേജറെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥാപനത്തേക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യും. പക്ഷേ ആ മാനേജർ അവിടെ പോയാൽ അവിടെ ഡയറക്റ്റിംഗ് ഉണ്ടാവും, ഈ സ്ഥാപനത്തിൽ ഡയറക്റ്റിംഗ് ചെയ്യാൻ വേറൊരു മാനേജർ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ടാറ്റയിലായിക്കോട്ടെ, ഏത് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ബെല്ല് നോക്കിയാലും HLL നോക്കിക്കഴിഞ്ഞാലും മാനേജേഴ്സിനെ അടിക്കടി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റിംഗ് പ്രോസസ്സ് എന്ന് തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കും. ഡയറക്ഷൻ ഇല്ലാതെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റികൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത കാരണം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം നടന്നു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയാൻ കാരണം. ഇനി നാലാമത് പറയുന്നത് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് മുകളിൽ നിന്നും താഴേക്കാണ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ പോകുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, താഴെ നിന്ന് മുകളിലേക്ക് ആരും ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് മാത്രമാണ് ഡയറക്ഷൻ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയറിലേക്കുള്ള ഡയറക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല, അത് നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു രീതി അവലംബിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്നുള്ളത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവലാണ് ആൻഡ് ഫ്ലോസ് ടു ദ ബോട്ടം. ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടത്തിലേക്കാണ് ഫ്ലോ ചെയ്യുക ത്രൂ ഓർഗനൈസേഷണൽ ഹയറാർക്കി. ഓർഗനൈസേഷൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഹയറാർക്കിയിൽ, അതായത് സ്കാലാർ ചെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ സ്കാലാർ ചെയിൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഹയറാർക്കിയിൽ നിന്നുകൊണ്ട് ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലേക്കാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എവറി മാനേജർ ക്യാൻ ഡയറക്റ്റ് ഹിസ് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്. ഏതൊരു മാനേജറും അയാളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിനെയാണ് ഡയറക്റ്റ് ചെയ്യുക. ആൻഡ് ടേക്ക് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് ബോസ്. അതുപോലെ അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് അയാളുടെ തൊട്ട് മുകളിലുള്ള ബോസിൽ നിന്നുമായിരിക്കും. ഇപ്പോൾ ഒരു HR മാനേജർ ആണെന്നുണ്ടെങ്കിൽ HR മാനേജർ അയാളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. HR മാനേജർക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ മാനേജർ എന്നുള്ള മറ്റൊരു വ്യക്തി അയാളുടെ മുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സുപ്പീരിയർ ഓഫീസർ, ഒരു ബോസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നത് താഴെ കിടക്കുന്ന ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്നുള്ളത് നോർമലി പോകുന്നത് മുകളിൽ നിന്നും താഴേക്കാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇറ്റ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏറ്റവും ഉന്നത അധികാരിയിൽ നിന്നും ഏറ്റവും താഴെയുള്ള അധികാരിയിലേക്ക് തൊട്ട് താഴെയുള്ള ഇമ്മീഡിയറ്റ് ഓഫീസർ, അതിന് തൊട്ട് താഴെയുള്ള ഇമ്മീഡിയറ്റ് ഓഫീസർ എന്ന രീതിയിലാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് എ ടോപ്പ് മോസ്റ്റ് ലെവൽ. ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോസ് ടു ദ ബോട്ടം ത്രൂ ഓർഗനൈസേഷണൽ ഹയറാർക്കി. ഓർഗനൈസേഷൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്കാലാർ ചെയിൻ അനുസരിച്ചുകൊണ്ട് ടോപ്പ് മോഡിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവറി മാനേജർ ക്യാൻ ഡയറക്റ്റ് ഹിസ് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്. ഏതൊരു മാനേജറും അയാളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ടേക്ക് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് ബോസ്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ എടുക്കുന്നത് തൊട്ട് മുകളിലുള്ള ഇമ്മീഡിയറ്റ് ബോസിൽ നിന്നും ആയിരിക്കും. അപ്പോൾ 4 തരത്തിലുള്ള സവിശേഷതകളാണ് ഡയറക്റ്റിങ്ങിനുള്ളത്. ഒന്ന്, ഇനീഷ്യേറ്റ്സ് ആക്ഷൻ, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് തുടക്കമിടുന്നു. രണ്ടാമത്തത് സർവ്വവ്യാപിയാണ്, അല്ലെങ്കിൽ പെർവേസീവ് ആണ്. മൂന്നാമത്തത് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ്. നാലാമത് പറയുന്നത് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴേക്കാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഒഴുകുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രാധാന്യം കൂടി നോക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി എന്താണ് ഡയറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രവർത്തനത്തിന് തുടക്കമിടുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്.
പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ ആദ്യത്തെ പ്രാധാന്യം. ആസൂത്രണം, സംഘാടനം, സ്റ്റാഫിംഗ്, നിയന്ത്രിക്കൽ എന്നിവ ജോലിക്കുള്ള തയ്യാറെടുപ്പുകളാണ്. മാനേജർ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കൽ എന്ന ധർമ്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറയുന്നത്. നിർദ്ദേശിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മാനേജീരിയൽ പ്രവർത്തനമാണ്. ആസൂത്രണം, സംഘാടനം, സ്റ്റാഫിംഗ്, നിയന്ത്രണം എന്നിവ ജോലിക്കുള്ള തയ്യാറെടുപ്പുകളാണെങ്കിൽ ജോലി തുടങ്ങാനുള്ള മുൻകൈ എടുക്കുന്നത് നിർദ്ദേശിക്കൽ എന്ന ഫംഗ്ഷനിൽ കൂടെയാണ്. അല്ലെങ്കിൽ മാനേജർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത് നിർദ്ദേശിക്കൽ എന്ന ധർമ്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻ. ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അതാണ്. രണ്ടാമത്തത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പറയുന്നതാണ്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്സ്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പരിശ്രമത്തിനെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പരിശ്രമത്തിനെ സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പൊതുവായ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്കെന്ത് പറയാം, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ദ എംപ്ലോയീസ് എഫേർട്സ്. എംപ്ലോയീസിൻ്റെ എഫേർട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോമൺ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയാം. ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന പൊതുവായ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ സ്റ്റെബിലിറ്റിയും ബാലൻസും കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് സ്ഥിരതയും അതുപോലെ തന്നെ അച്ചടക്ക ബോധവും കൊണ്ടുവരുന്നത് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നിർദ്ദേശിക്കൽ എന്ന പ്രക്രിയയിൽ കൂടെയാണ്. അല്ലെങ്കിൽ നിർദ്ദേശിക്കൽ പ്രക്രിയയിൽ കൂടെ ഓർഗനൈസേഷന് സ്വാഭാവികമായിട്ടും സ്ഥിരത കൊണ്ടുവരുന്നതിനും സന്തുലന അവസ്ഥ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓർഗനൈസേഷന് സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിനും ടോപ്പിൽ നിന്നും ലോവർ ലെവലിലേക്ക് നിർദ്ദേശിക്കൽ പ്രക്രിയ പോകുന്നത് കാരണം കൊണ്ട് ഓർഗനൈസേഷന് പൊതുവായി സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിനും സ്ഥിരത കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ സ്ഥിരതയും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളെ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ സാധ്യമാക്കുന്നു. മാറ്റങ്ങളെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ചേഞ്ചസും, നീഡ് ഫോർ ചേഞ്ചസ്, മാറ്റങ്ങൾക്കുള്ള ആവശ്യകതയെക്കുറിച്ച് ജീവനക്കാരെ ഉത്ബോധിപ്പിക്കുകയും ഈ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ വഴി സ്ഥാപനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. നീഡ് ഫോർ ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം തൊഴിലാളികളുടെ ഇടയിൽ കൊണ്ടുവരാൻ കഴിയും. അതായത് സാധാരണഗതിയിലെ ജീവനക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പൊതുവെ ജീവനക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവരെ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഏറ്റെടുക്കും. മാറ്റങ്ങളെ അവരെ വിധേയരാവുകയും അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉന്നമന ശേഷി അവരുടെ വളർത്തിയെടുക്കാനും സാധിക്കും. ഇനി അടുത്തത് അഞ്ചാമത്തത് ഗൈഡ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ, ജീവനക്കാരെ ഗൈഡ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുകയും അതുപോലെ തന്നെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഫലപ്രദമായ നേതൃത്വവും പ്രചോദനവും തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ജീവനക്കാരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജീവനക്കാരെ നിർദ്ദേശിക്കാനും ജീവനക്കാരെ ഫലപ്രദമായ നേതൃത്വവും പ്രചോദനവും തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും മനസ്സിലാക്കാനും ജീവനക്കാരെ നിർദ്ദേശിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് ഫോസ്റ്റേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ദ എംപ്ലോയീസ്. ജീവനക്കാരുടെ ഇടയിൽ കമ്മിറ്റ്മെൻറ്റും കോപ്പറേഷനും വളർത്തിയെടുക്കാൻ ഡയറക്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കമ്മിറ്റ്മെൻറ്റ് കോപ്പറേഷൻസ്? അതായത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ജീവനക്കാരെ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തി അവരുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു കോമൺ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ പൂർണ്ണമായും അവരുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ കോപ്പറേഷനും വളർത്തിയെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. നിർദ്ദേശിക്കൽ പ്രക്രിയയിൽ കൂടെ അവരുടെ സഹകരണം പൂർണ്ണമായും നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ കമ്മിറ്റ്മെൻറ്റ് നേടിയെടുക്കാനും സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. ഫോസ്റ്റേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ദ എംപ്ലോയീസ്. ജീവനക്കാരുടെ ഇടയിൽ കോപ്പറേഷനും കമ്മിറ്റ്മെൻറ്റും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഡയറക്റ്റിംഗ് എന്ന്
പറയുന്നത്. ഇനി അതിൽ ലാസ്റ്റ് പറയുന്നത് എംപ്ലോയീസ് ഹാവ് ടു റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ക്യാപ്പബിലിറ്റീസ്. എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ പൊട്ടൻഷ്യൽസും ക്യാപ്പബിലിറ്റീസും തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അവരുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചിട്ടും തിരിച്ചറിയാൻ ഓരോ ജീവനക്കാരനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഹാവ് ടു റിയലൈസ് ദെയർ ഓൺ പൊട്ടൻഷ്യൽ ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ഓരോ ജീവനക്കാരനും അവരുടെ പൊട്ടൻഷ്യൽസിനെ കുറിച്ചും ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചും തിരിച്ചറിയാൻ ഡയറക്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻ നടപ്പിലാക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് തുടക്കമിടുന്നു, മുൻകൈ എടുക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ദ എംപ്ലോയീസ് എഫേർട്സ്. ജീവനക്കാരുടെ പരിശ്രമങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പൊതുവായ പ്രവർത്തനമാണ്. മൂന്നാമത് പറയുന്നത് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ സ്ഥിരതയും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. നാലാമത്തത് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ്. മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് വിധേയരാകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഗൈഡ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. തൊഴിലാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഫോസ്റ്റേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിൽ അല്ലെങ്കിൽ ജീവനക്കാരിൽ ആത്മാർത്ഥതയും സഹകരണ മനോഭാവം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്നു. എംപ്ലോയീസ് ഹാവ് ടു റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ക്യാപ്പബിലിറ്റീസ്. അവർക്ക് പൊട്ടൻഷ്യലും ക്യാപ്പബിലിറ്റീസും വളർത്തിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങി. 7ാമത്തെ ചാപ്റ്ററാണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ ഫംഗ്ഷനാണ്. ആദ്യത്തെ ഫംഗ്ഷൻ പ്ലാനിങ്, 2ാമത്തത് ഓർഗനൈസിങ്, 3ാമത്തത് സ്റ്റാഫിംഗ്, 4ാമത്തെ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഡയറക്റ്റിംഗ് എന്നുള്ളത് സ്റ്റാഫിങ്ങിന് ശേഷം വരുന്നൊരു ഫംഗ്ഷനാണ്. ഡയറക്റ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർദ്ദേശിക്കൽ എന്നാണ് അർത്ഥം. ഡയറക്റ്റിംഗ് മീൻസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, ഗൈഡിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ആൻഡ് ലീഡിംഗ് ദ എംപ്ലോയീസ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ലീഡിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പൊതുവായ പ്രവർത്തനത്തിനെയാണ് അല്ലെങ്കിൽ പൊതുവായ ഫംഗ്ഷനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്നത് സർവ്വവ്യാപിയാണ്, കണ്ടിന്യൂവസ് ആണ്, മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന ഒരു ഫംഗ്ഷനാണ്. അതോടൊപ്പം തന്നെ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ, പ്രവൃത്തിക്ക് തുടക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ഡയറക്റ്റിങ്ങിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനം നടപ്പിലാകുന്ന ഡയറക്റ്റിങ്ങിൽ കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് തുടക്കമിടുന്നു, തൊഴിലാളികളുടെ പ്രവർത്തനത്തിന് സംയോജിപ്പിക്കുന്നുണ്ട്, പ്രചോദനത്തിന് സഹായിക്കുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറ്റങ്ങൾ സാധ്യമാക്കുന്നുണ്ട്, സ്ഥാപനത്തിൽ സ്ഥിരതയും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.